തോരും മുമ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അലീനയാണെങ്കിൽ റീത്തയെ ഓട്ടിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ എപ്പിസോഡിലേക്ക് കടക്കുകയാണെങ്കിൽ അലീന നമ്മുടെ റീത്ത ഒരു യുദ്ധം തന്നെ ഇനി വരാനായിട്ട് പോവുകയാണ്. അതായത് സ്വത്തിനു വേണ്ടിയുള്ള യുദ്ധമെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. സ്വത്ത് സ്റ്റാലിൻ്റെ സ്വത്ത് റീത്തയ്ക്ക് സത്യം പറഞ്ഞാൽ ആവശ്യമുണ്ട്. കാരണം റീത്ത എല്ലാവരെയും തൻ്റെ കീഴിൽ നിർത്താനാണ് ആഗ്രഹിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് റീത്തയ്ക്ക് സ്വത്തിൻ്റെ ആവശ്യമെന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതിനെല്ലാം പുറമേണെങ്കിൽ നമ്മുടെ എൽസമ്മയെയും റീത്ത കൂട്ടുപിടിക്കുകയാണ്. അങ്ങനെ കാത്തിരിപ്പുകൾ അവസാനിപ്പിച്ചുകൊണ്ട് തന്നെയാണ് എൽസമ്മ കടന്നു വരുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. അതായത് എൽസമ്മയാണെങ്കിൽ അലീനയോട് പോരിന് വരികയാണ്. പോരിന് വരുന്നത് റീത്ത കാരണമാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. റീത്ത ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ യാതൊരു പ്രശ്നമോ കാര്യമോ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നും കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം തന്നെയാണ് ഇത്രയും വലിയ ഒരു പ്രശ്നത്തിന് റീത്ത തിരികൊളുത്തുന്നത് എന്നും കാണാൻ കഴിയും. അപ്പോഴാണെങ്കിൽ നമ്മുടെ എൽസമ്മയാണെങ്കിൽ സ്റ്റാലിന് മുൻപിലേക്ക് കടന്നു വരുന്നു. ഒന്നുമില്ലാത്ത ശൂന്യമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു വരുന്ന എൽസമ്മയുടെ മനസ്സിൽ വിഷം വിതച്ച് തീ കോരിയിട്ട് എൽസമ്മയെ ആളിക്കത്തിക്കുകയാണ് റീത്താമ്മയെന്ന് കാണാം. ആ ആളിക്കത്തിക്കുന്നതിനുള്ള ശിക്ഷയും കാര്യങ്ങളൊക്കെ നമ്മുടെ റീത്താമ്മയ്ക്ക് അലീന തന്നെ കൊടുക്കുകയാണ് എന്നും കാണാൻ കഴിയുന്നുണ്ട്. അതായത് ആദ്യം തന്നെ ഇന്നത്തെ കഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റാലിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഔതക്കുട്ടിയും നിലയുറപ്പിക്കുകയാണ് അലീനയുടെ കൂടെ. വേറൊന്നിനും വേണ്ടിയല്ല, എങ്ങനെയെങ്കിലും തൻ്റെ ചിന്നമ്മയെ പട്ടിണി കിടക്കുന്നതിൽ നിന്നും രക്ഷിക്കണം, സംരക്ഷിച്ചെടുക്കണം എന്നുള്ളൊരു ചിന്ത ആർക്കുണ്ട്? നമ്മുടെ വല്യപ്പച്ചനായ ഔതക്കുട്ടിക്കുണ്ട്. ആ ചിന്ത സ്റ്റാലിനും കൂടി വരുത്താൻ വേണ്ടിയാണ് ഔതക്കുട്ടി ഇത് ചെയ്യുന്നതെന്ന് കാണാം. അതായത് അപ്പനും കൂടി നിരാഹാരം കിടക്കുമ്പോൾ എന്ത് സംഭവിക്കും? തൻ്റെ അപ്പനും നിരാഹാരം കിടക്കാണ്, മോളും നിരാഹാരം കിടക്കാണ്, അപ്പോൾ താനും കഴിക്കേണ്ടതില്ല എന്ന് സ്റ്റാലിൻ തീരുമാനിക്കും. അങ്ങനെ സ്റ്റാലിന് രണ്ട് ദുഃഖമാവുമ്പോൾ ആരുടെയെങ്കിലും മുൻപിൽ പരാജയപ്പെട്ടേ മതിയാവുകയുള്ളൂ എന്ന് ഔതക്കുട്ടി തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് തന്നെ ആ അസ്ത്രം സ്റ്റാലിന് നേരെ അമ്പേ എയ്യുകയാണ് എന്ന് കാണാം. എടാ സ്റ്റാലി, എനിക്ക് നിൻ്റെ ഭക്ഷണമോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. ഞാനും നിരാഹാരം അനുഷ്ഠിക്കാനായിട്ട് പോവുകയാണ് എന്ന് പറയുമ്പോൾ അപ്പനിവിടെ നിൽക്കണമെന്നില്ല, പെട്ടെന്ന് തന്നെ വിട്ടോ. ഞാൻ അപ്പനോട് പറഞ്ഞതാണ് അലീനയെ വെറുതെ എരിപിരി കയറ്റരുത്, അവളെ ചൂട് പിടിപ്പിക്കരുതെന്ന്. അപ്പോൾ അപ്പൻ എന്തുട്ടേ ചെയ്യണേ? അവളെ ചൂട് പിടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ? അതൊന്നും വേണ്ട, മര്യാദയ്ക്ക് അപ്പൻ അവളെ പറഞ്ഞു വിടാനായിട്ട് അവളെ ഉപേക്ഷിച്ച് അപ്പൻ പോവാനായിട്ട് നോക്ക് എന്ന് പറയുന്നത് കാണാൻ കഴിയും. എൻ്റെ പൊന്ന് സ്റ്റാലി, നിന്നെക്കൊണ്ടൊന്നും എന്നെ ഓടിക്കാനോ നിന്നെക്കൊണ്ട് എന്നെ പുറത്താക്കാനോ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് പറയുന്നു. ഈ കൊട്ടാരമറ്റത്തിൽ ഔതക്കുട്ടിയെ പുറത്താക്കാനുള്ള ചങ്കൂറ്റം നിനക്കുണ്ടോടാ എന്ന് ഔതക്കുട്ടി ചോദിക്കുകയാണ്. ഇതേ സമയം സ്റ്റാലിന് ഒരക്ഷരം തൻ്റെ അപ്പൻ്റെ മുൻപിൽ മറിച്ച് മിണ്ടാനായിട്ട് കഴിയുന്നില്ല എന്ന് കാണാൻ സാധിക്കും. ഇതേ സമയം നമ്മുടെ ഔതക്കുട്ടി പറയുന്നുണ്ട്, അതെ, നിന്നെ ഒന്ന് മുട്ടുകുത്തിക്കാനും ഒരു പാഠം പഠിപ്പിക്കാനും പറ്റുമോ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. നിന്നെ പാഠം പഠിപ്പിച്ചാലേ മതിയാവുകയുള്ളൂ, അല്ലെങ്കിലേ നീ ചൊവ്വാവത്തില്ലടാ. എനിക്കിപ്പോൾ തന്നെ ചൊവ്വാവാത്തവൻ്റെ ലക്ഷണങ്ങൾ കുറേയുണ്ട്. നീ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്.
ആ പാഠങ്ങൾ നിന്നെ പഠിപ്പിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ എന്ന് ആര് പറയുന്നു? നമ്മുടെ ഊതക്കുട്ടി സ്റ്റാലിയോട് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പനെന്താ എന്നെ പാഠം പഠിപ്പിക്കാനായിട്ട് നോക്കുകയാണോ? എങ്കിൽ അപ്പനെ കൊണ്ട് അതിന് കഴിയില്ല എന്ന് സ്റ്റാൻലി പറയുമ്പോൾ, ഞാനും എൻ്റെ ചിന്നമ്മയും നിന്നെ കീഴ്പ്പെടുത്തും, നിന്നെ വരച്ച വരയിൽ നിർത്തുമെന്ന് പറയുന്നത് കാണാം. ഇതേ സമയം സ്റ്റാൻലിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പനോടും അലീനയോടും തനിക്ക് ഒറ്റയ്ക്ക് പൊരുതാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കുന്ന സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാൻലി തൻ്റെ പരാജയം സമ്മതിക്കാനായിട്ട് തയ്യാറാവുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ ആര് സ്റ്റാൻലിയാണെങ്കിൽ പറയുന്നുണ്ട്, അതായത് ഞാൻ നിങ്ങളുടെ മുൻപിൽ പരാജയം സമ്മതിക്കുകയാണ്. രണ്ടാളും ചേർന്ന് എന്നെ മുട്ടുകുത്തിച്ചേ അടങ്ങുകയുള്ളൂ അല്ലേ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോഴാണെങ്കിൽ നമ്മുടെ ഔതക്കുട്ടിയും അലീനയും സന്തോഷത്തോടെ പറയാണ്, അതായത് നിന്നെ പരാജയപ്പെടുത്തണമെന്നല്ല ആവശ്യം, നിന്നെ ചില കാര്യങ്ങൾ പഠിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാൻലിയാണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയാണ്, താൻ അധികാരം ഇനി തൻ്റെ മകളായ അലീനയ്ക്ക് കൊടുക്കുകയാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. തുടർന്ന് കാണാൻ കഴിയുക എന്ന് പറഞ്ഞാൽ റീത്തമ്മ എൽസമ്മയായിട്ട് വരികയാണ് എന്ന് കാണാം. എൽസമ്മ അലീനയുമായിട്ട് വലിയൊരു പ്രശ്നമുണ്ടാക്കാൻ റീത്തയുടെ വാക്കും കേട്ട് വന്നെത്തുകയാണ്. ഒടുവിൽ സ്റ്റാലിനുമായിട്ട് തന്നെ ആദ്യം യുദ്ധം കുറിക്കുമ്പോൾ ആ യുദ്ധത്തിൽ വിജയം നേടാൻ നമ്മുടെ റീത്താമ്മയ്ക്കും എൽസമ്മയ്ക്കും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ നേരെ ആരുടെ അടുത്തേക്ക്, അലീനയുടെ അടുത്തേക്ക് പോവുകയാണ് എന്ന് കാണാൻ സാധിക്കും. തുടർന്ന് അലീനയുമായിട്ട് ഒരു വലിയ യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. ഇതേ സമയം അലീനയാണെങ്കിൽ നമ്മുടെ റീത്തയ്ക്ക് നേരെ കൊടുക്കുകയാണ്. കാരണം സ്റ്റാൻലി എന്ന് പറയുന്നത് തൻ്റെ പപ്പയാണ്. പപ്പയുടെ ഭാര്യ എന്ന് പറയുന്നത് തനിക്ക് തൻ്റെ അമ്മ, അതായത് അമ്മ തുല്യമാണ്. അതുകൊണ്ട് തന്നെ അമ്മയെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് തിരിച്ചറിയുന്ന അലീന ആർക്കിട്ട് റീത്തയുടെ അഹങ്കാരത്തിനിട്ട് നല്ലൊരു തട്ട് കൊടുക്കുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെയാണ് കഥ ഇതുവരെയും മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.